Christmas to all. We are going to make butter cookies. So നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒരു സാധനമാണ് നമ്മളുടെ ഫ്ലവർ. And we need some butter and half a glass sugar വേണം. പിന്നെ ഉമ്മട്ട വേണം, ഉമ്മട്ട. ഇതിൻ്റെ ആകത്തോളം മഞ്ഞ സാധനം മാത്രം മതി കേട്ടോ. പിന്നെ നമുക്കൊരു ഉള്ളി, ഇതിൻ്റെ സാധനം സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളാണ്. പിന്നെ നമുക്ക് ആ മുട്ടയിൽ യോക്കിടാനുള്ള സാധനം. പിന്നെ നമുക്ക് വുഡൻ സ്പൂൺ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. സോ നമുക്ക് ബട്ടർ അങ്ങോട്ട് ഇടുക ആദ്യം നമുക്കിനി. സോ നമ്മൾ ഈ ബട്ടർ ഇടുക. ഇനി നമ്മൾ ഇത് കുറുക്ക് പരുവത്തിലാക്കി വെക്കണം ഗൈസ്. അതായത് ഒരു ക്രീമി പരുവം. ഹെൽപ്പിനോ? താങ്ക് യു. സോ നമ്മൾ ഇങ്ങനെ ക്രീമി ആക്കി എടുക്കണം. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഈ ബട്ടർ ഇങ്ങനെ കുഴക്കയിട്ട് പാടാണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. സ്കൂളിൽ വെച്ച് ഉണ്ടാക്കിയപ്പോഴേ ഇത്രയും പാടില്ലായിരുന്നു. ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നല്ലോ. ഗൈസ് നല്ല കൈ വേണം കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഉപ്പ് രസം വരും. സോ ക്രീമി പരുവമായി ഗൈസ്. സോ നമ്മൾ ഇതൊന്ന് നമ്മൾ ഷുഗറാണ്, അങ്ങനെ ഫുള്ള് ഷുഗറാണ് വെച്ചോ, അതായിരിക്കും ബെറ്റർ. സോ നമ്മൾ ഇനി അത് ഇങ്ങനെ ആക്കി അതൊരു ക്രീമി പരുവാക്കണം. അതുവരെ ഒരു 2 മിനിറ്റാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. അതുവരെ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ കൂട്ടുകാരെ. അത് ഏകദേശം സെറ്റായിരുന്നു. നമ്മളിട്ട ബട്ടർ പോരായിരുന്നു കേട്ടോ, ഷുഗർ കൂടുതലായിരുന്നുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്തു. അതുകൊണ്ട് നിങ്ങളത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടർ കൂടുതൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. സോ നമ്മളിത് മിക്സ് ചെയ്തൊരു പരുവാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ടേ ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമ്മൾ ആൾ നിർത്തി നമുക്ക് എഗ് യോക്ക്. സോ ഞാൻ പറഞ്ഞ സൂപ്പർ കാണിച്ചു തരാം. നമ്മൾ ആദ്യം മുട്ടയൊന്ന് പൊടിച്ചിടണം. പിന്നെ നമ്മൾ ഈ സാധനം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ടൊന്ന് പരത്തണം ഗൈസ്. സോ അതിൻ്റെ ആ നീര് ഇങ്ങനെ സ്ലൈമി തിങ്സിനെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ന്യൂട്രീഷൻ തരും. അപ്പോൾ നമ്മൾ അതിങ്ങനെ പരത്തിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേക്കുന്നത്. സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗൈസ്. കണ്ടോ ഗൈസ്, സിമ്പിളാണ് ഗൈസ്. ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളിനി ആ പതുക്കെ നമ്മൾ ആ വൈറ്റ് അങ്ങ് കളയാം. കണ്ടോ ഗൈസ് എന്തൊരു സിമ്പിളായിട്ട് എടുത്തേന്ന്. സോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഇതൊക്കെ എന്ത് നമ്മൾ സോ ഗൈസ് അപ്പം നമ്മൾ ഇത് നമ്മൾ ഈ എഗ്ഗിയൊക്കെ ഇട്ടിട്ടുണ്ട്. കൈ കഴിഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കൈമി വരുമോ. സോ ഇത് മിക്സ് ചെയ്തൊരു കുറുക്ക് പരുവാണ് ഗൈസ്. പരുവത്തിൽ സോ ഗൈസ് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പരുവാക്കിയിട്ടുണ്ട്. സോ നമ്മൾ അടുത്തതാണ് നമ്മളെ ഫ്ലവർ. സോ നമ്മൾ ഫ്ലവർ ഇടാൻ പോവാണ്. ഈ മതിയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം മിക്സ് ചെയ്തിട്ട്. നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു മാവിൻ്റെ കുറച്ച് വരുമോ, ഈ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പോലെ. ചപ്പാത്തി മാവിൻ്റെയാണോ വരുമോ? സോ ഡൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ബിഹൈൻഡ് നമ്മൾ ക്യാമറ ലേഡി എന്ന് പറയാം. സോ ഗൈസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അയ്യോ ഇത് ഭയങ്കര പാടാണ്. പൊടി കയറുക ഗൈസ്. നിങ്ങൾ ഡ്രസ് കഴിഞ്ഞ സാധനമുണ്ട്, ഇപ്പം കാണുന്നില്ല കേട്ടോ. കുക്കിംഗ് ഡ്രസ് ഉണ്ടായിരുന്നു, ആ ഡ്രസ്സ് കാണുന്നില്ല, മറന്നുപോയി എവിടെ വെച്ചത്. കിച്ചണിലാണ് സാധാരണ, പക്ഷെ ഇപ്പം കാണുന്നില്ല ഗൈസ്. ആവശ്യം ഒന്നും കാണത്തില്ല, അതുകൊണ്ട്. സോ ഗൈസ് നമ്മൾ ഇത് ഇങ്ങനെ പഠിച്ചെടുക്കണം ഗൈസ്. നടക്കുമെന്നും. സോ ഗൈസ് നമ്മളിനി നമുക്ക് കൈ കഴുകണം. കൈ കഴുകിയിട്ട് നമ്മൾ ഇതൊന്ന് തുടക്കണം. ഞാൻ നേരത്തെ കൈ കഴുകാണ്ട് കുഴപ്പമില്ല. സോ
സോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതൊരു ജാമ് പരിവാക്കണം. ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ആക്കരുത് കേട്ടോ. എന്ത് പരുവത്തിലാക്കണ്ടേ? സോ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ അല്ലേ? ചപ്പാത്തി മാവിൻ്റെ. സോ ഗൈസ് പകുതി ആയിട്ടുണ്ട് ചപ്പാത്തി മാവ്. സോ നമ്മൾ ഇതാക്കി എടുക്കണം ഗൈസ്. കുറച്ചുകൂടി ഫ്ലവർ ആഡ് ചെയ്യുന്നൊരു കുക്കിങ്ങിൻ്റെ ക്യാമറ ലേഡി ആരാന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. ഹെൽപ്പിങ് നിൽക്കുക. സോ അത് നമ്മൾ മിക്സ് ചെയ്തൊരു പരുവായിട്ടുണ്ട്. നമ്മൾ ആദ്യം കൈ വെച്ച് മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ. സ്പൂൺ വെച്ചായാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഈ ഒരു പരുവാകുമ്പോൾ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവ് ഒന്ന് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കി ഡിസൈനൊക്കെ ചെയ്യാം. ഗ്യാപ്പ് ഇടുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗ്യാപ്പ് ഇടുന്ന കാര്യം. ഗ്യാപ്പ് ഇടുന്നതേ അത് ഇങ്ങനെ വീർത്ത് വരും ഗൈസ് ഈ നമ്മൾ ഈ ബേക്കിങ്ങിന് ഇടുമ്പോൾ. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഓവനിലാണെങ്കിൽ 20 മിനിറ്റ് വേണം. പിന്നെ ഒരു വലിയ കൊണ്ട് സോ നമ്മൾ വർക്ക് ചെയ്തൊരു പരിവാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇനി ഇത് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇത്ര ഒരു വലിപ്പമായിരിക്കും. ഇത്രയൊരു വലിപ്പമായിരിക്കും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത്തിരി പരത്തിയാൽ മതി കേട്ടോ. അല്ലെങ്കിലേ അത് ഇങ്ങനെ വലുതാകുമ്പോൾ ഒരുപാടൊന്നും വലുതാകത്തില്ല. സോ നമ്മളിത് ഇങ്ങനെ കുഞ്ഞു ബോൾസ് ഇങ്ങനെ നമ്മൾ അതാക്കി ഇങ്ങനെ ഇടാം. സോ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ സമയമാകും. അപ്പോൾ നമുക്ക് ഇനി ബോൾസിൻ്റെ ഡിസൈൻ കൊടുക്കാം. നമ്മളത് എന്തുവാ പരത്തുണ്ടായി ഡിസൈൻ കൊടുക്കുമ്പോൾ പരത്ത് വരും. റെക്കമെൻഡ് അത് കൊള്ളായിരിക്കും. സോ നമുക്ക് പലതും ആയിരിക്കും. നമ്മൾ ഇതിൽ പരത്തണം കേട്ടോ. ഇതിൽ പരത്തിയാൽ മാത്രമേ അതിൻ്റെ അതൊന്നും വരത്തുള്ളൂ. ഇതൊരു കുത്തി ഡിസൈൻ. ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എയർ ഫ്രയറിൽ 10 മിനിറ്റ് എന്തുവാ ക്രിയേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കുക്കീസ് അതിൻ്റെ അതോട് വെച്ച് കൊടുക്കാം. സോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുക്കീസ് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒരു 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, ഗ്യാപ്പിട്ട് വെച്ചാൽ മതി. അപ്പം നമ്മൾ 9 എണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 4 എണ്ണം ബാക്കി വന്നിട്ടുണ്ട്. നമുക്കത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാം. സോ നമ്മൾ ഇത് വെക്കാം. സോ ഈ ഒരു ചിക്കൻ മൂഡിലായിട്ടാണ് അല്ലേ? സോ നമ്മൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അഭിപ്രായം ചോദിക്കാൻ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു നോക്കിയിട്ടൊന്ന് ഒന്ന് പറ. ഗൈസ് ഞാൻ നോക്കട്ടെ. കാണാൻ
എങ്ങനെയുണ്ട്? മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. റെക്കമെൻഡ് ഇറ്റ്. ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ബൈ ഗൈസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.